അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് റിലേഷൻസിനെ കുറിച്ചാണ്. കുറെ ടൈപ്പ് ഓഫ് റിലേഷൻസ് നമ്മൾ പഠിച്ചു. ആദ്യം പഠിച്ചത് എംപ്റ്റി, പിന്നെ യൂണിവേഴ്സൽ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നെണ്ണം റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഇത്രയും പഠിച്ചു. ഈ റിലേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഏറ്റവും അവസാനത്തെ സെഷനാണ് ഇക്വലൻസ് റിലേഷൻ. എന്താണ് ഇക്വലൻസ് റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രേ ഉള്ളൂ, ശ്രദ്ധിച്ചോളണം. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ച കാര്യം തന്നെയാണ്. ഞാനൊരു സെറ്റ് എടുക്കുവാണ്, എ ഈക്വൽ ടു 1 2 3. ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുവാണ്, ആർ ഫ്രം എ, അതായത് ആർ ഫ്രം എ ടു എയിൽ ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് എയിലേക്ക് തന്നെ. എന്നിട്ട് ഞാൻ റിലേഷൻ എഴുതുവാണ്. ഇത് നോക്കി, ആർ ഈക്വൽ ടു സെറ്റ് 1 1 2 2 3 3 2 3 3 2. ഇങ്ങനെ ഒരു റിലേഷൻ എഴുതി. ഈ റിലേഷൻ ഞാൻ നിങ്ങളോട് റിഫ്ലക്സീവ് ആണോ എന്ന് ചോദിക്കുകയാണ്. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണോ എന്ന് എങ്ങനെയായിരുന്നു ചെക്ക് ചെയ്യേണ്ടത്? സെറ്റ് നോക്കുക, സെറ്റിലെ എല്ലാ എലമെന്റിന്റെയും സെയിം പെയർ ഉണ്ടോ എന്ന് നോക്കുക. 1 ഉള്ളത് കാരണം 1 1, 2 ഉള്ളത് കാരണം 2 2, 3 ഉള്ളത് കാരണം 3 3. ഇത് മൂന്നും ഉണ്ടോ നോക്കിയാൽ മതി. 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അപ്പൊ ഇത് റിഫ്ലക്സീവ് അല്ലേ? ഇത് റിഫ്ലക്സീവ് ആണ്. റിഫ്ലക്സീവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ എഴുതിക്കൊള്ളണം. എന്തായിരുന്നു നമ്മൾ കാണാതെ പഠിച്ച കണ്ടീഷൻ? എ എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ. ഇത്രേ ഉള്ളൂ. ആണെങ്കിൽ, അല്ലെങ്കിൽ ആ റീസൺ എഴുതിക്കൊള്ളണം. ഇത്രേ ഉള്ളൂ. ഇനി ഇത് റിഫ്ലക്സീവ് ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇത് സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്തേ. സിമെട്രിക് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? സെയിം എലമെന്റുകളുടെ സെയിം അല്ല, ഒരു ഓർഡേഡ് പേര് എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചിടണുണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ 5 3 ഉണ്ടെങ്കിൽ തിരിച്ചിടുന്ന 3 5 ഉണ്ടായിരിക്കണം. 4 8 ഉണ്ടെങ്കിൽ തിരിച്ചിടുന്ന 8 4 ഉണ്ടായിരിക്കണം. അങ്ങനെ എല്ലാം ഉണ്ടോ എന്ന് നോക്കിയേ. അത് റിലേഷന്റെ അകത്താണ് നോക്കേണ്ടത്. 1 1 2 2 3 3 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നോക്കിയേ, 2 3 ഉണ്ട്, അപ്പോൾ ഉറപ്പായിട്ടും തിരിച്ചിടുന്ന 3 2 ഉണ്ടായിരിക്കണം. ഇത് തിരിച്ചിടുന്ന 3 2 തന്നെയല്ലേ? ഇത് ആണ്. വേറെ വല്ലതും ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? വേറെ ഒന്നും അതിൻ്റെ അകത്തില്ല, അപ്പൊ ചെക്ക് ചെയ്യണ്ട. അപ്പോൾ തിരിച്ചിടുന്നതും ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഇത് സിമെട്രിക് ആണ്. സിമെട്രിക് ആയതുകൊണ്ട് അതിന്റെ കണ്ടീഷൻ എഴുതണം. എന്തായിരുന്നു? എ ബി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ ബി എലമെന്റ് ഓഫ് എ. കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞാണ്, ഒന്നുമില്ല. അപ്പൊ ഇത് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്. ഇത് ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണോ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്തിട്ടിരുന്നത് എന്ന് നോക്കിയാൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 2 5 ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ അല്ലേ ഏതെങ്കിലും ഒരു സെറ്റിന്റെ അകത്ത് 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 5 7 ഉണ്ടോന്ന് വിചാരിക്കുക. ഈ രണ്ട് എലമെന്റുകളും വേണം. 2 5 ഉണ്ട്, 5 7 ഉണ്ട്. 5ൽ തീർന്ന് ഇപ്പുറത്ത് 5ൽ തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി വരുന്ന 2 7 ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആണ്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 3 8 ഉണ്ട്, 8ൽ തുടക്കുന്ന 8 5 ഉണ്ട്. അപ്പൊ എന്തുണ്ടായിരിക്കണം നോക്കിയേ? 3 5 ഉണ്ടായിരിക്കണം. അതായത് ഇവിടെ തീർന്ന് തന്നെ ഇവിടെ തുടങ്ങണം. അങ്ങനത്തെ വല്ലതും ഉണ്ടോന്ന് നോക്കിയേ. നോക്കിയേ, 2 3, അടുത്തത് 3ൽ തുടങ്ങുന്ന 3 2. അപ്പൊ എന്തുണ്ടോന്ന് നോക്കിയാൽ മതി? 2 2 ഉണ്ടോ നോക്കിയാൽ മതി. 2 2 ഉണ്ടോ? 2 2 ഉണ്ട്, ഇതിൻ്റെ ഉണ്ട്. അപ്പൊ ഇതെന്താണ്? ഇത് ട്രാൻസിറ്റീവ് ആണ്. അങ്ങനെ എല്ലാം ചെക്ക് ചെയ്യണം കണ്ടോ? എന്ത് ചെക്ക് ചെയ്യാലും എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട്. ട്രാൻസിറ്റീവ് അല്ല എങ്കിൽ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റണം. അപ്പൊ ഇതെന്താണ്? ഇവിടെ ട്രാൻസിറ്റീവ് ആണ്. ട്രാൻസിറ്റീവ് ആണെങ്കിൽ എന്താണ് നമ്മൾ അതിന്റെ കാണാതെ പഠിച്ച കണ്ടീഷൻ? എ ബി എലമെന്റ് ഓഫ് എ ബി മാത്രമല്ല, എ ബി കോമ ബി സി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ സി എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ ബി സി എലമെന്റ് ഓഫ് എ. ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണാതെ പഠിച്ചായിരുന്നു, അത് എഴുതിക്കോളണം. അത് വിട്ടോ, നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. ഒരു റിലേഷൻ, ഏതാണ് ആ റിലേഷൻ? ഇത്. ആ റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവും ആണ്. ഈ റിലേഷൻ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവും ആണ്. അങ്ങനെ വരുന്ന റിലേഷനുകളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇത്രേ ഉള്ളൂ. അതായത് ഒരു റിലേഷൻ നിങ്ങൾ നോക്കിയപ്പോൾ അത് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവും ആണ്. അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് റിലേഷനുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇക്വലൻസ് റിലേഷൻ. എ റിലേഷൻ വിച്ച് ഈസ് റിഫ്ലക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ഈസ് കോൾഡ് ഇക്വലൻസ് റിലേഷൻ. അതായത് റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആയിട്ടുള്ള റിലേഷനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇക്വലൻസ് റിലേഷൻ.
ഇത് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. A ഈക്വൽ ടു 2, 3, 5. ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് എയിൽ തന്നെയാണ്. ഞാൻ റിലേഷൻ എഴുതുവാണ്. നോക്കിയേ, 2, 2, 3, 5, 5, 3. നോക്കിയേ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം ഇത് റിഫ്ലക്സീവ് ആണോ. നോക്കിയേ, റിഫ്ലക്സീവ് ആണോ? റിഫ്ലക്സീവ് ആണെങ്കിൽ 2, 2 ഉണ്ടായിരിക്കണം, 3, 3 ഉണ്ടായിരിക്കണം, 5, 5 ഉണ്ടായിരിക്കണം. 2, 2 ഉണ്ട്, 3, 3, 5, 5 ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത് റിഫ്ലക്സീവ് ആണോ? അല്ല. അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു റീസൺ എഴുതിക്കൊള്ളുന്നത് എന്താണ്? 3, 3 ഇല്ല, 3, 3 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. ഇത്രേ ഉള്ളൂ, 3, 3 ഇല്ല. അതുകൊണ്ട് റിഫ്ലക്സീവ് അല്ല. അല്ലല്ലോ, റിഫ്ലക്സീവ് അല്ല. ഇനി ഇത് സിമെട്രിക് ആണോ? നോക്കിയേ, സിമെട്രിക് ആണോ? തിരിച്ചിടുന്ന എല്ലാം ഉണ്ടോ നോക്കിയാൽ മതി. 2, 2 നിങ്ങൾ നോക്കണ്ട, തിരിച്ചിട്ടാലും അത് തന്നെയല്ലേ വരുന്നത്. 3, 5 തിരിച്ചിട്ടാലും എന്താണ്? 5, 3 അതുണ്ടല്ലോ. അപ്പൊ ഇതെന്താണ്? സിമെട്രിക് ആണ്. സിമെട്രിക് ആണെങ്കിൽ ആ ആണെന്നുള്ള കണ്ടീഷൻ വേണം കേട്ടോ അവിടെ എഴുതാൻ. എ ബി എലമെന്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ എലമെന്റ് ഓഫ് ആർ ഫോർ ഓൾ എ ബി എലമെന്റ് ഓഫ് എ എന്നും പറഞ്ഞുള്ള സാധനം. അപ്പൊ ഇത് സിമെട്രിക് ആണ്. ട്രാൻസിറ്റീവ് ആണോ? ഒന്ന് നോക്കിയേ, ട്രാൻസിറ്റീവ് ആണോ? ഇത് നോക്ക്, 3, 5 ഉണ്ട്, ഉണ്ടല്ലോ. ഇനി 5ൽ തുടങ്ങുന്ന 3 ഉണ്ട്, 3, 5 ഉണ്ട്, 5, 3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടായിരിക്കണം? 3, 3 ഉണ്ടായിരിക്കണം. 3, 3 ഉണ്ട് അതിൻ്റെ അകത്ത്? ഇല്ല. 3, 3 നോട്ട് ആൻ എലമെന്റ് ഓഫ് ആർ. 3, 3 ഇല്ല. അപ്പൊ അത് ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഇത് റിഫ്ലക്സീവ് അല്ല, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ഇത് ഇക്വലൻസ് റിലേഷൻ ആണോ? ഇത് ഇക്വലൻസ് റിലേഷൻ അല്ല. ഇത് ഇക്വലൻസ് റിലേഷൻ ആണോ? ആണ്. കാര്യം എന്താണ്? ഇത് റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഒരു റിലേഷൻ റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഇക്വലൻസ് റിലേഷൻ. ഇത് ഇക്വലൻസ് റിലേഷൻ ആണോ? അല്ല. അപ്പൊ അതെന്താ കാര്യം? റിഫ്ലക്സീവ് അല്ല, ട്രാൻസിറ്റീവും അല്ല, സിമെട്രിക് ആണ്. അത് മാത്രമായിട്ട് കാര്യമുണ്ടോ? അല്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഒരു റിലേഷൻ തന്നിട്ട് അത് റിഫ്ലക്സീവ് ആണോ അല്ല ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അത് റിഫ്ലക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ. അത് മൂന്നുമാണെങ്കിൽ ഇക്വലൻസ്. ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ പോലും അത് ഇക്വലൻസ് റിലേഷൻ അല്ല. ഇത്രയുമാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത്? റിലേഷൻസിൽ പഠിക്കാനുള്ളത്. ഇനി ഫങ്ഷൻസ് കേട്ടല്ലോ. അപ്പോൾ നേരത്തെ പഠിച്ച കാര്യം എല്ലാവരും ഒന്ന് ഓടിച്ചു നോക്കണം. നമ്മൾ എന്തൊക്കെ പഠിച്ചു? എംപ്റ്റി, യൂണിവേഴ്സൽ, റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഇക്വലൻസ്. ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചെയ്ത് പഠിക്കാൻ അല്ലെങ്കിൽ ചെയ്ത് നോക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് 1, 0, 2ലാണ്. റിലേഷൻ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് എ ഈക്വൽ ടു 1, 0, 2ലാണ്. ഞാൻ ആ റിലേഷൻ പറയുവാണ് 1, 1, 0, 0, 2, 2. ഇത് ഇക്വലൻസ് റിലേഷൻ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്തേ. ഇത് ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്തേ. എ എന്ന് പറയുന്ന ഈ സെറ്റിലാണ് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിലേഷൻ 1, 1, 0, 0, 2, 2. ഇത് ഇക്വലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? റിഫ്ലക്സീവ് ആണോ എന്ന് നോക്കണം, സിമെട്രിക് ആണോ എന്ന് നോക്കണം, ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. അത് മൂന്നുമാണെങ്കിൽ ഇക്വലൻസ് ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവോ? നോക്ക്, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടല്ലോ. അപ്പോൾ ഇത്രയുമാണ് പഠിക്കാനുള്ളത്. ബാക്കി അടുത്ത സെഷൻ.